ഹലോ ഫ്രണ്ട്സ്, 2025 ജനുവരി മാസത്തിലെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. ആദ്യം 2024 ഗോൾഡൻ ഗ്ലോബ് അവാർഡുകൾ. 2024 ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ എമിലിയ പെരേസ് എന്ന ഫ്രഞ്ച് സിനിമയാണ്. മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രാഡി കോർബെറ്റ്. ദ ബ്രൂട്ടലിസ്റ്റിൻ്റെ സംവിധായകനാണ് ബ്രാഡി കോർബെറ്റ്. മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏഡ്രിയൻ ബ്രൂഡി. ദ ബ്രൂട്ടലിസ്റ്റിലെ നായകനാണ്. മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഫെർണാണ്ട ടോറസ്. ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന ഫിലിമിലെ നായിക. മികച്ച സഹനടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കീരൻ കൾക്കിങ്. എ റിയൽ പെയിൻ എന്ന് പറയുന്ന സിനിമയിലെ നടൻ. മികച്ച സഹനടി സോയി സൽദാന. എമിലിയ പെരേസ് എന്ന് പറയുന്ന സിനിമയിലെ നടി തന്നെയാണ്. മികച്ച തിരക്കഥ കോൺക്ലേവ്. മികച്ച ടെലിവിഷൻ സീരീസ് ഷോഗൻ. ഈ 2023 JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങൾ. മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2018. മികച്ച സംവിധായകൻ അഖിൽ സത്യൻ. മികച്ച നടൻ ടൊവിനോ തോമസ്. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. മികച്ച ഗായിക ബി അരുന്ധതി. ഡോക്ടർ വി നാരായണൻ ISROയുടെ പുതിയ ചെയർമാനായി നിയമിതനായി. 2024 ഐവറി പുരസ്കാരം ഗായിക KS ചിത്രയ്ക്ക്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നടൻ ജഗതി ശ്രീകുമാറിന് ലഭിച്ചു. ഈ 2025 ജനുവരി മാസത്തിലെ മറ്റു പ്രധാന കറണ്ട് അഫെയറുകൾ. വിലാസിനി നോവൽ പുരസ്കാരം A നസീറയുടെ ഉച്ചാടനം എന്ന നോവലിന് ലഭിച്ചു. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ K ജയകുമാറിന് ലഭിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ല ജേതാക്കളായി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയാകും. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിന്റെ CRPF മേധാവിയായി വിതുൽ കുമാറിനെ നിയമിച്ചു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി തോംസൺ ജോസിനെ നിയമിച്ചു. 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാനാകുന്ന കോമറ്റ് G3 എന്ന അപൂർവ വാൽനക്ഷത്രം ജനുവരി 13 രാത്രിയിൽ ദൃശ്യമായി. ഇന്ത്യ പണിയാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയായ റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അഥവാ നടക്കും യന്ത്രക്കൈ പരീക്ഷണം വിജയകരം. ന്യൂസിലൻഡ് ഓപ്പണർ മാർട്ടിൻ ഗപ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ബ്രസീലുകാരി കന്യാസ്ത്രീ ഇന കനബാരോ ലൂക്കാസ് ആണ് പുതിയ ലോകമുത്തശ്ശി എന്ന റെക്കോർഡിന് ഉടമ. ഇനി അന്തരിച്ച പ്രധാന വ്യക്തികൾ. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ P ജയചന്ദ്രൻ അന്തരിച്ചു. US-ന്റെ 39ാം പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. 100 വയസ്സ് വരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റാണ് ജിമ്മി കാർട്ടർ. ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ശാസ്ത്രജ്ഞനായ രാജഗോപാല ചിദംബരം അന്തരിച്ചു. ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞനായ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. ചരിത്രകാരനായ ഡോക്ടർ നന്ദിയോട് രാമചന്ദ്രൻ അന്തരിച്ചു. എഴുത്തുകാരനായ S ജയചന്ദ്രൻ നായർ അന്തരിച്ചു. മുൻ ഗ്രീക്ക് പ്രധാനമന്ത്രി കോസ്റ്റാസ് സിമിറ്റിസ് അന്തരിച്ചു. ഇനി പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ. ഷൂട്ടിംഗ് താരം മനു ഭാസ്കർ, ലോക ചെസ് ചാമ്പ്യൻ D ഗുകേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവയ്ക്ക് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിച്ചു. മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് അർജുന അവാർഡിനും മലയാളി ബാഡ്മിന്റൺ കോച്ച് S മുരളീധരൻ ദ്രോണാചാര്യ പുരസ്കാരത്തിനും അർഹനായി.
ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ഇന്ത്യയുടെ കൊനേരു ഹംപിക്ക്. വനിതകളുടെ അണ്ടർ-19 ഏകദിന ക്രിക്കറ്റിൽ മേഘാലയക്കെതിരെ 157 പന്തിൽ 346 റൺസ് നേടി പെൺകുട്ടികളുടെ യൂത്ത് ലിസ്റ്റ് എ ക്രിക്കറ്റിൽ മുംബൈ ഓപ്പണറായ ഇറ ജാദവ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി റെക്കോർഡിട്ടു. വനിതാ ഏകദിന ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ 50 ഓവറിൽ 370 റൺസ് പടുത്തുയർത്തി റെക്കോർഡ് കരസ്ഥമാക്കി ഇന്ത്യ. 2017 അയർലൻഡിനെതിരെ 358 റൺസ് എടുത്തായിരുന്നു ഇതുവരെയുള്ള ഉയർന്ന സ്കോർ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളത്തെ 1-0 തോൽപ്പിച്ച് ബംഗാൾ ചാമ്പ്യന്മാരായി.